നമസ്കാരം. നമസ്കാരം. ആരാ? അരുന്ധതിക്ക് എന്നെ മനസ്സിലായില്ലേ? അരുന്ധതി, ഞാൻ GK-യാ, സംഗീത സംവിധായകൻ GK. GK ആണോ? അല്ല, GK സാറാണോ? കണ്ടിട്ട് ആളെ എനിക്ക് മനസ്സിലായില്ല. എന്താ സർ കാര്യം? അരുന്ധതിയോടൊരു സഹായം ചോദിക്കാനാ ഞാൻ വന്നത്. ഉള്ളത് പറയാം. കാശിന്റെ കാര്യത്തിനാണെങ്കിൽ ഇവിടെ നിക്കണമെന്നില്ല. ദാനം കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല സാറേ. കാശ് ചോദിച്ചല്ല അരുന്ധതി ഞാൻ വന്നത്. ഇനി അഥവാ കാശ് ചോദിച്ചാണ് വന്നതെങ്കിലും അരുന്ധതി ഈ രീതിയിൽ എന്നോട് മറുപടി പറയാൻ പാടുണ്ടോ? അരുന്ധതി ഒരു ഗായികയാക്കാൻ ഞാൻ ചെയ്ത സഹായങ്ങൾ അത്ര എളുപ്പത്തിലങ്ങ് മറന്നുപോയോ? എന്റെ GK സാറേ, ദേ എനിക്കൊരുപാട് ജോലിയുണ്ട്. സാർ എന്തിനാ വന്നത് അത് പറ. പണ്ട് എനിക്ക് ചെയ്ത സഹായം ഓർമ്മിപ്പിക്കാനാണ് വന്നതെങ്കിൽ അത് കേട്ടു നിൽക്കാൻ തീരെ സമയമില്ല. ഞാൻ പറയാം. ഒരു കാലത്ത് ഞാൻ ഒരുപാട് സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു. പല പാട്ടുകളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായി. എന്റെ പൊന്ന് സാറേ, ചരിത്രം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ കാര്യത്തിലേക്ക് വാ. പറയാം. എനിക്കൊരു പുതിയ സിനിമയില് സംഗീത സംവിധാനം ചെയ്യാൻ അവസരം വന്നിട്ടുണ്ട്. ഒരു ചെറിയ സിനിമയാ. എനിക്ക് ഈ പടത്തിൽ പ്രതിഫലമൊന്നുമില്ല. കലാകാരന്റെ പ്രതിഫലം സംതൃപ്തിയാണല്ലോ. പുതിയ ഗായികമാരിൽ ശ്രദ്ധിക്കപ്പെട്ടത് വിസ്മയ, അരുന്ധതിയുടെ മകൾ. വിസ്മയെ കൊണ്ടൊരു പാട്ട് പാടിക്കാൻ പറ്റുമോ എന്ന് പ്രൊഡ്യൂസർ ചോദിച്ചിരുന്നു. പറ്റില്ല. അങ്ങനെ ഒരു സഹായത്തിന് വേണ്ടിയാണ് GK സാർ വന്നതെങ്കിൽ ഇവിടെ നിൽക്കണമെന്നില്ല. അവൾക്കൊരു വലിയ ബ്രേക്കിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന ഒരു സംഗീത സംവിധായകന്റെ സിനിമയിൽ അവളെ കൊണ്ട് പാടിക്കണം. ഒറ്റ പാട്ടോടെ വിസ്മയ ഇൻഡസ്ട്രിയിൽ നിറയണം. സാറിന്റെ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് അവള് വരുന്നതെങ്കിൽ തീർന്നു. പിന്നെ അവളില്ല. സാറേ, പറയുമ്പോ വിഷമം തോന്നരുത്. സാറൊക്കെ പഴഞ്ചനായി, കാലം കഴിഞ്ഞു. അരുന്ധതി, ഒരു കലാകാരന്റെ കാലം ഒരിക്കലും അവസാനിക്കില്ല. അവൻ മരിച്ചു കഴിഞ്ഞാലും അവന്റെ സംഭാവന ഇവിടെ ഉണ്ടാവും. സാറേ, തത്വം പറഞ്ഞു നിൽക്കാനൊന്നും എനിക്ക് തീരെ സമയമില്ല. സാറ് കലയ്ക്ക് സംഭാവന കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യൂ. അതൊന്നും എന്റെ വിഷയമല്ല. എന്നെ ഒരു ഗായികയാക്കിയതിൽ സാറിനൊരു പങ്ക് കാണും. അതൊക്കെ പഴയ കാര്യങ്ങൾ. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ സാറിന്റെ സ്ഥാനം വട്ടപൂജ്യം. അത് മനസ്സിലാക്ക്. ആരാ മമ്മി? ഒരു സംഗീത സംവിധായകനാ മോളെ. പേര് GK. ഞാൻ കേട്ടിട്ടുണ്ട്. നിന്നെ കൊണ്ട് ഒരു സിനിമയിൽ പാടിപ്പിക്കാനായിട്ട് വന്നേക്ക. ഞാൻ പറഞ്ഞു, പഴയ ആൾക്കാരുടെ കീഴിൽ പാടിയാൽ അതോട് നമ്മൾ തീർന്നു. അതെ, അങ്കിളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. അങ്കിളിന്റെ കീഴിൽ പാടുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, സാറൊക്കെ ഇനി വീട്ടിലിരിക്കണം. ഞാൻ എവിടെ ഇരിക്കണമെന്ന് എന്റെ ഉള്ളിലെ കലാകാരൻ തീരുമാനിക്കും. എന്റെ കല സത്യമുള്ളതാണെങ്കിൽ എനിക്കിരിക്കാനൊരു കസേര എവിടെയും ഉണ്ടായിരിക്കും. വിജയിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല സിനിമ. കഴിവുള്ളവരെ കണ്ടെത്തി വിജയികളാക്കുകയും ചെയ്യും. കലാകാരനും കലാകാരിക്കും വേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്ന് എന്താണെന്നറിയാമോ? ഗുരുത്വം. അതില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. സാർ ഇതൊക്കെ വല്ല പ്രസംഗവേദിയിലും ചെന്ന് പറയണം. കയ്യടി കിട്ടും. തൽക്കാലം സാറ് ചെല്ല്. പാട്ട് പാടിപ്പിക്കാൻ വന്നിരിക്കുന്നു. സർ, നമസ്കാരം. വന്നോ? എന്റെ ഏറ്റവും മികച്ച ശിഷ്യയ്ക്ക് സ്വാഗതം.
ഒരു പ്രധാനപ്പെട്ട കാര്യം സാറിനെ അറിയിക്കാനും ഉപദേശത്തിനുമായിട്ടാ ഇപ്പൊ ഞങ്ങൾ വന്നത്. ആഹാ, കൊള്ളാലോ. എന്താ പ്രധാനപ്പെട്ട കാര്യം? കേൾക്കട്ടെ. ഞങ്ങളൊരു മ്യൂസിക് കമ്പനി തുടങ്ങാണ്. മ്യൂസിക് കമ്പനിയോ? ആ അതെ സർ. ശ്യാമ ഉൾപ്പെടെ പ്രതിഭയുള്ള ഗായകരെ കണ്ടെത്തുന്നതും അവരെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ഉദ്ദേശം. വളരെ നല്ല കാര്യം, ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ അഖിൽ, സംഗീതം കേൾക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ബിസിനസ് ചെയ്യുന്നത്. ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അറിയാം സർ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ സ്റ്റഡി ചെയ്തു. എന്നിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. ആ, നിങ്ങൾ കണ്ടതുപോലെ ഒന്നും അല്ല അഖിൽ. ഈ മേഖല കൈയടക്കി വെച്ചിരിക്കുന്ന ചിലരുണ്ട്. നിങ്ങൾ കമ്പനി തുടങ്ങുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അവർ കരുക്കൾ നീക്കി തുടങ്ങും. നിങ്ങളുടെ ആത്മാർത്ഥത കൊണ്ടാണ് നിങ്ങൾ ഈ രംഗത്ത് വരുന്നത്. പക്ഷേ ബിസിനസ്സിൽ മനസാക്ഷിക്കും സത്യസന്ധതയ്ക്കും ഒന്നും വലിയ കാര്യമുള്ളതായിട്ട് പലപ്പോഴും തോന്നാറില്ല. സാറ് പറയുന്നത് കുറേയൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അവസാന വിജയം എപ്പോഴും നന്മയ്ക്ക് തന്നെയായിരിക്കും സാർ. അഖിലേ, ഞാൻ തർക്കിക്കുകയോ ഉത്സാഹം കെടുത്തുകയോ ഒന്നുമല്ല. എൻ്റെ ശിഷ്യയ്ക്കും ഭർത്താവിനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. സംഗീതരംഗത്തെ ചില കുത്തക സംവിധായകരുണ്ട്. അവരുടെ പിടിയിലാ ഇപ്പോൾ സംഗീത മേഖല. എന്നുവെച്ചാൽ സംഗീതത്തിൻ്റെ ബിസിനസ് മേഖല. പുതിയ ഒരാൾ ഈ രംഗത്ത് വരുന്നു എന്നറിഞ്ഞാൽ അവർ പല രീതിയിൽ ഒതുക്കും. മാനസികമായും ചിലപ്പോൾ കായികമായും വരെ. ബിസിനസ് തകർക്കാൻ അവർക്ക് തന്ത്രങ്ങളേറെയാ. ആ സമ്മർദ്ദമൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? സർ, എന്തായാലും അഖിൽ സാർ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സാറിന്റെ ആശീർവാദമാണ് ഞങ്ങൾക്ക് ആവശ്യം. സാറിന്റെ ഉപദേശം വേണ്ടെന്നല്ല കേട്ടോ. സാറ് പറയുന്നൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാ. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സാർ ഇതൊക്കെ പറയുന്നതും. പക്ഷേ അഖിൽ സാർ പ്രധാനമായും എനിക്ക് വേണ്ടിയിട്ടാ ഇത് ആരംഭിക്കുന്നത്. ഓക്കെ, എന്ന് ശരി. എങ്കിൽ പൂർണ്ണമായും ഞാൻ സപ്പോർട്ട് തരുന്നു. എല്ലാവിധ പിന്തുണയും തരുന്നു. അങ്ങ് വേണം ഞങ്ങളുടെ കമ്പനിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ. എല്ലാം തീരുമാനിച്ച ശേഷം അറിയിക്കാം സാർ. തീർച്ചയായും. കേരളം മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന ഒരു കമ്പനിയുടെ ഉദ്ഘാടകനാവുന്നത് എന്റെ ഭാഗ്യമല്ലേ? എല്ലാവിധ ആശംസകളും. താങ്ക് യു സാർ. താങ്ക് യു സോ താങ്ക് യു മച്ച്. സർ. ശരി. സന്തോഷായില്ലേ? ഈശ്വരാ, മോളെ അമ്മേ, ഇത് ആ കുട്ടിയല്ലേ? എന്താ അമ്മേ? പറയാം. മോളെ വാ. ഹായ് ആ ശ്രീകുട്ടി. ഹായ് മുത്തശ്ശി. ഹായ് മോളെ. മോക്കെന്നെ മനസ്സിലായില്ലേ? ആ മോളെ, അന്ന് ആശുപത്രി വെച്ച് എനിക്ക് രക്തം തന്ന അശ്വതി, അത് ഈ കുട്ടിയാ. ഇത് ശ്രീകുട്ടി. ഓ, ഇതാണെന്ന് വീട്ടിലും ഓഫീസിലൊക്കെ വന്ന പെണ്ണ്. ഇവരുടെ പേരിലായിരുന്നില്ലേ അമൃതയുടെ ആദ്യം തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായത്? അല്ല, അമ്മയുടെ സ്ഥിരം വരാറുണ്ടോ? ഞങ്ങള് ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും തൊഴാൻ വരാറുണ്ട്. ഇത്
ഐശ്വര്യ എന്റെ രണ്ടാമത്തെ മോൻ അരുണിന്റെ ഭാര്യ. അരുണിന്റെ ഭാര്യ. അമ്മ കണ്ടതിൽ സന്തോഷമുണ്ട്. ഞാൻ കുറച്ച് തിരക്കുണ്ട്. ഞങ്ങൾ പൊയ്ക്കോട്ടെ. വാ മോളെ. ആ മോളെ, ആ എന്താ അമ്മേ? അന്ന് ആശുപത്രി വെച്ച് ഞാൻ മോളോട് പറഞ്ഞിരുന്നു ഒരു ദിവസം വീട്ടിൽ വരണമെന്ന്. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താ. മോള് വരുവാണെങ്കിൽ ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോവാം. ആ അയ്യോ അത് വേണ്ടമ്മേ, ഞങ്ങൾക്ക് കുറച്ച് ധൃതിയുണ്ട്. എങ്ങനെയെങ്കിലും ഇവളെ വീട്ടിൽ കൊണ്ടുപോകണം. എന്നിട്ട് ആദ്യേട്ടൻ ഓഫീസിൽ നിന്ന് വരുന്നത് വരെ വീട്ടിൽ പിടിച്ചു നിർത്തണം. ആ അമൃതയ്ക്ക് ഇവളെ കാണിച്ചു കൊടുക്കണം. ആകെ ഒരു പുകിലായിരിക്കും. ആ അരുണിന്ന് വീട്ടിലുണ്ടല്ലോ, അരുണിനെയും കാണിച്ചു കൊടുക്കാം. അശ്വതിയെക്കുറിച്ച് അമ്മ പറയാത്ത ദിവസങ്ങളില്ല. അശ്വതി എന്ന് പറഞ്ഞാ അമ്മയ്ക്ക് 100 നാവാ. എന്താണേലും നമുക്ക് വീട്ടിൽ പോയിട്ട് പോയാ മതി. അയ്യോ പ്ലീസ് വേണ്ട. അതൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നേ ഇല്ല. ഇന്ന് വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകാൻ പറ്റൂ. വന്നില്ലെങ്കിലേ ഞങ്ങള് തൂക്കിയെടുത്ത് കാറിലിട്ട് കൊണ്ടുപോകും. അല്ലേ അമ്മ? പിന്നല്ലാതെ. അമ്മ പിന്നൊരിക്കലാവട്ടെ. ഇന്ന് എനിക്ക് പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. എന്റെ അമ്മ വീട്ടിലൊറ്റയ്ക്കേ ഉള്ളൂ. പോട്ടെ അമ്മ. ഓ ആണോ? എന്നാ മോളിച്ചെല്ല്. വാ മോളെ. അങ്ങനെ പോവാൻ പറ്റില്ല. എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ച ആളാ. വീട്ടിൽ വന്നിട്ടേ പോവാൻ പറ്റൂ. അതെ മോളെ, മോളൊന്ന് വീട്ടിൽ കയറിയിട്ട് പോ. നമുക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ പോവാം അമ്മേ. ഈ മുത്തശ്ശി നല്ല മുത്തശ്ശിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. അമ്മ ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയണ്ട. പറയേണ്ടതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും മിണ്ടാതെ ഞങ്ങളുടെ കൂടെ വന്നേ. വാ വാ വാ. ശ്രീകുട്ടി, അമ്മയെ വട്ടം ചുറ്റി പിടിച്ചോ. നമുക്ക് 3 പേർക്കും കൂടി കാറിൽ പിടിച്ചു കയറ്റാം. വാ വാ. അമ്മ ഞങ്ങൾ പോയിട്ട് പിന്നൊരിക്കൽ വരാമേ. എന്താ മോളെ, മോക്ക് നാണക്കേടോ ചമ്മലോ മറ്റോ ആണോ? മോളെ, ഇത് മോളുടെ വീട് പോലെ തന്നെയാ. പിന്നെ അല്ലാതെ ശ്രീകുട്ടി ഇവിടുത്തെ ഒരു അംഗ അല്ലേ അമ്മ? വാ മോള് വാ. നിക്ക് വലതുകാല് വെച്ച് തന്നെ കേറ് അശ്വതി. കേറ് അശ്വതി, കേറ്. വാ മോളെ. അമ്മേ ഞാൻ പോയിട്ട് വേറൊരു ദിവസം വരാമേ. ഒന്നും പറയണ്ട. ഇന്നിവിടുന്ന് ഫുഡും കഴിച്ച് ഒന്ന് വിശ്രമിച്ച് ഈ വീട്ടിലെ എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് മോളെ ഞാൻ ഇവിടുന്ന് തിരിച്ചയക്കും. ഇന്ന് ഇവിടുന്ന് രക്ഷപ്പെടാന്നേ അശ്വതി വിചാരിക്കണ്ട. ഈശ്വരാ, അശ്വതി ചേച്ചി. മോള് വാ വാ വാ. എന്തൊക്കെയാ സംഭവിക്കുന്നത്? അശ്വതി ചേച്ചി എന്തിനാ ഇവിടെ വന്ന്? ദേ, ഇതാ മുത്തശ്ശിയുടെ റൂം. കൊള്ളാം. നല്ല റൂം. എന്താ?
അശ്വതി, അശ്വതി ചേച്ചി. അശ്വതിയോ? എവിടെ? താഴെ അമ്മ ഐശ്വര്യടുത്തും കൂടെ കൂട്ടിക്കൊണ്ടു വന്നതാ. സത്യമാണോ നീ പറയുന്നേ? പിന്നല്ലാതെ എന്റെ പൊന്നു, എന്റെ അമൃതയാണ് സത്യം. എന്റെ അമ്മേ, ദൈവമേ, അവളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നേ? അതെനിക്കറിയോ, കണ്ടപാടെ ഞാൻ ഇങ്ങോട്ട് ഓടി വന്ന. എന്റെ ദൈവമേ, ദൈവമേ, ഞാൻ ഓടുന്നാണെങ്കിൽ ഐശ്വര്യടുത്ത് കാണുകയും ചെയ്തു. അമ്മ, ഞാൻ പൊയ്ക്കോട്ടെ. അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, അതുകൊണ്ടാ. മോളെ വാ, പോവാം. അശ്വതി, ദേ എന്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങു കേട്ടോ. ഇവിടെ ഇരിക്കെ. ഇരിക്കാനാ പറഞ്ഞ. വീട്ടില് ഹസ്ബൻഡ് കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ? അതുകൊണ്ടാണോ ഒരു വെപ്രാളം? മോളെ, ഭൂമിയിലെ ഓരോ ആൾക്കാർക്കും സന്തോഷവും വിഷമവും ഒക്കെ ഓരോ തരത്തിലാ. ഈ മോളുടെ വിഷമം, അശ്വതിക്ക് ഭർത്താവില്ല മോളെ. ശ്രീകുട്ടിക്ക് അച്ഛനില്ല. ഓ, ഭർത്താവിന് എന്താ പറ്റിയേ? മരണപ്പെട്ടോ? ഐശ്വര്യ, അതേക്കുറിച്ചൊന്നും ചോദിക്കണ്ട. അതൊക്കെ വിഷമമാവും. നിന്റെ മുൻ ഭർത്താവ് ഇവിടെ തന്നെയുണ്ട്. ആദ്യെ കാണിക്കാനാ നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. സോറി അശ്വതി. അമ്മ, അശ്വതി ഇരിക്കട്ടോ, ഞാനിതാ വരുന്നു. ശ്യാമ, ഇത് കുഴപ്പമായി തോന്നുന്നു. ഈശ്വരാ, എന്തൊക്കെ പൊട്ടിത്തെറികളാണോ നടക്കാൻ പോകുന്നത്? ദൈവമേ. എടുത്തേ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിപ്പോ താഴെ ചെന്ന് നോക്കാം. അല്ല, നീ ആദ്യം പോ, ഞാൻ പുറകെ വരാം. എന്നിട്ടേ നീ ചെന്ന് കാര്യം അന്വേഷിച്ചിട്ട് വാ. അത് പറ്റില്ല, എടുത്തും കൂടെ വാ. നമുക്ക് ഒരുമിച്ച് പോയി നോക്കിയാൽ മതി. ഒറ്റയ്ക്ക് പോകുന്ന പ്രശ്നമില്ല. ഇല്ല, വേണ്ട ശ്യാമേ, എനിക്ക് നല്ല പേടിയാവുന്നു. അശ്വതി ഇവിടെ വീടിനകത്ത് വരാന്ന് വെച്ചാ എല്ലാ കാര്യങ്ങളും അമ്മയെ അറിയിച്ചിട്ട് വരുമായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നു. എടുത്തേ, എനിക്കൊന്നും അറിയാൻ വയ്യ. നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. എടുത്തേ വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി താഴെ പോയി കാര്യം എന്താ നോക്കാം. എടുത്ത് വന്നേ, പ്ലീസ്. ശ്യാമ, വന്നേ പറ്റൂ. പ്ലീസ്. ഒന്ന് വേഗം നടക്കരുത്, പ്ലീസ്. അയ്യോ, എങ്ങോട്ടാ ചേച്ചി അനിയത്തിയും കൂടെ? ഞങ്ങൾക്ക് ഈ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അനുവാദം വേണോ? അല്ലേ? അല്ല, പുറത്തേക്കെങ്ങാനും പോകാനാണ് പ്ലാനെങ്കിലേ അത് വേണ്ടാന്ന് പറയാനാ. ഇന്നേ ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കും. സംഭവങ്ങളോ? എന്ത് സംഭവങ്ങൾ ഐശ്വര്യ? ഇന്നിവിടെ ചില പൂരവും വെടിക്കെട്ടുകളൊക്കെ നടക്കും. അമൃതയെടുത്തി ഇവിടെ തന്നെ വേണം. അതിരിക്കട്ടെ, ആദ്യമായിട്ട് എപ്പോഴാ വരിക? എന്താ ഐശ്വര്യടുത്തി കാര്യം പറ. ഒന്നുമില്ല, ചില സംഭവങ്ങളൊക്കെ കണ്ട് രസിക്കാൻ വേണ്ടി ഇവിടെ പലരും വേണം. എന്നാ നിങ്ങൾ ചെല്ല്, ഞാനിതാ വരുന്നു. ഓ, അരുണിങ് വന്നേ, ഇങ്ങ് വാ. എന്താ? വാ, പറയാം. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. വാ, നീ കാര്യം പറയാ ഐശ്വര്യ, വെറുതെ പറയല്ല, നേരിട്ട് കാണുക വേണ്ട.